ഞാൻ നടന്ന വഴികൾ. ഇതിലെ മറ്റൊരു മനോഹര കഥ ഞാൻ പറയട്ടെ. മാറ്റിയോ ആൻഡ് മരിയ. ട്രാൻസ്വാനിയയിലെ ഒരു വിദൂര റൊമാനിയൻ മനോഹരമായ ഗ്രാമത്തിൽ വരുമാനം കുറവുള്ള ഒരു കുടുംബത്തിലാണ് മാറ്റിയോ ജനിച്ചത്. ആ സമയത്ത് റൊമാനിയയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഉണ്ടായിരുന്നു. എല്ലാ കൗമാരക്കാരും കുറഞ്ഞത് 16 വർഷം സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കേണ്ടതുണ്ട്. മാറ്റിയോയും സൈന്യത്തിൽ ചേർന്നു. റൊമാനിയയുടെ തെക്കൻ ഭാഗത്തുള്ള വ്രാൻസ കൗണ്ടിയിൽ സേവനം അനുഷ്ഠിച്ചു. ആ ദിവസം 1977 മാർച്ച് 4 തീയതിയായിരുന്നു. ഒരു ഷോൾ വാങ്ങാനായി അദ്ദേഹം വ്രാൻസിയ ഗ്രാമത്തിലെ ഒരു തുണിക്കടയിൽ പോയി. മാറ്റിയോ കടയിലേക്ക് നടന്നപ്പോൾ അലമാരയിൽ നിന്നും വസ്ത്രങ്ങൾ ക്രമീകരിക്കുന്ന ഒരു സുന്ദരിയായ പെൺകുട്ടിയെ അദ്ദേഹം ശ്രദ്ധിച്ചു. മാറ്റിയോ അവളോട് പറഞ്ഞു, ഹലോ, എനിക്കൊരു ഷോൾ വേണം. അവൾ ഷെൽഫിൽ നിന്നും കൈകൊണ്ട് നിർമ്മിച്ച ഷാളുകളുടെ ഒരു കെട്ട് പുറത്തെടുത്തു. അവൾ ഷോൾ വലിക്കുന്നതിനിടെ അവളുടെ പേര് ചോദിക്കുവാൻ മാറ്റിയോ മറന്നില്ല. അവൾ അവളുടെ പേര് മൊഴിഞ്ഞു. എൻ്റെ പേര് മരിയ. അവൾ തടി ക്യാബിനറ്റിൽ നിന്നും മെറ്റീരിയൽ പുറത്തെടുക്കുമ്പോൾ തറയും ക്യാബിനറ്റും വളരെ അധികം മെല്ലെ മെല്ലെ നീങ്ങുന്നത് മാറ്റിയോ ശ്രദ്ധിച്ചു. ക്യാബിനറ്റ് വീഴാൻ പോകുകയാണെന്നറിഞ്ഞ് മാറ്റിയോ അവളെ തള്ളിമാറ്റി. തറ കുലുക്കത്തിൽ നിയന്ത്രണം വിട്ട് രണ്ടുപേരും നിലത്തേക്ക് വീണു. മാറ്റിയോ പിന്നീട് ബോധം വീണ്ടെടുത്തപ്പോൾ മരിയ അബോധാവസ്ഥയിലായിരുന്നു. അവളുടെ കാൽ ഒരു മരം ക്യാബിനറ്റിനിൽ തറച്ചു നിൽക്കുന്നു. മാറ്റിയോ എഴുന്നേറ്റ് മരിയയെ അവളുടെ കാൽ നീക്കം ചെയ്യാൻ സഹായിച്ചു. അവളുടെ മുറിവിൽ ഷോൾ കെട്ടി തുറസായ തലസ്ഥേക്ക് അവർ നീങ്ങി. അപ്പോഴേക്കും ഒരു മുതിർന്ന പൗരൻ പുറത്ത് ഭൂകമ്പം ഭൂകമ്പം എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ അടുത്തുള്ള ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് നീങ്ങുവാൻ അയാൾ ചൂണ്ടിക്കാണിച്ചു. അതേസമയം ആളുകൾ അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തിൽ അകപ്പെട്ടതിനെക്കുറിച്ച് നിലവിളിക്കുകയും കരയുകയും ചെയ്യുകയായിരുന്നു. മരിയയെ സുരക്ഷിതമായി അവളുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ഇറക്കിയ ശേഷം മാറ്റിയോ അത്യന്തികമായി സൈനിക ബാരക്കിലേക്ക് മടങ്ങി. TV വാർത്ത കേട്ടപ്പോഴാണ് ഭൂകമ്പത്തിൻ്റെ ആഘാതം മാറ്റിയോയ്ക്ക് മനസ്സിലായത്. 1500-ലധികം ആളുകൾ മരണപ്പെട്ടു. എണ്ണമറ്റ മറ്റുള്ളവർക്ക് ഗുരുതരമായ പരുക്കേൽക്കുകയും ചെയ്തു. മാറ്റിയോയ്ക്ക് അവനെ എന്തു ചെയ്യണമെന്ന് ആലോചിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. മരിയയെക്കുറിച്ച് അറിയണമെന്ന് അവൻ ആഗ്രഹിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം മരിയയെ കാണാൻ അവൻ അങ്ങോട്ട് പോയി. സന്ദർശനത്തിൻ്റെ ആവൃത്തി വർദ്ധിപ്പിച്ചു. ഒരു ദിവസം ധൈര്യം സംഭരിച്ച് മരിയയുടെ കടയിൽ അവൻ എത്തി. മാറ്റിയോ അവളോട് പറഞ്ഞു, മരിയ, ഭൂകമ്പ ദിനത്തിൽ ദൈവം നമ്മളെ ഒന്നിപ്പിച്ചു. ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. മരിയ വളരെ സന്തോഷത്തോടെ ആ മാറ്റിയോയുടെ നിർദ്ദേശം സ്വീകരിച്ചു. കൗമാരക്കായ ആൺകുട്ടികളും പെൺകുട്ടികളും മുതിർന്ന ദമ്പതികളുടെ സഹായത്തോടെ ഔദ്യോഗികമായ അവർ വിവാഹിതരായി. മാറ്റിയോയുടെ മാതാപിതാക്കൾ അവരെ ശത്രുതയോടാണ് നേരിട്ടത്. എന്തു ചെയ്യണമെന്നറിയാതെ അവർ ബുദ്ധിമുട്ടി. മാറ്റിയോയുടെ സുഹൃത്തായ ഡേവിഡ് ദമ്പതികളെ സഹായിച്ചു. നദിക്കരയിലൂടെ സഞ്ചരിക്കുന്ന കണ്ട അവരെ അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോയി. ദമ്പതികളെ ഉപേക്ഷിച്ചാൽ അവർ ആത്മഹത്യ ചെയ്യുമെന്ന് ഭയന്ന് ഡേവിഡ് അവർക്ക് തൻ്റെ വീട്ടിൽ അഭയം നൽകി. മരിയ പണം സമ്പാദിക്കാൻ പൂക്കൾ വിൽക്കാൻ തുടങ്ങി.
മാത്യു ഒരു ഫാക്ടറിയിൽ ജോലിയും ചെയ്യാൻ തുടങ്ങി. ഏതാനും മാസങ്ങൾക്ക് ശേഷം മാത്യുവയുടെ മാതാപിതാക്കൾക്ക് അവരുടെ മകനോട് സഹതാപം തോന്നി. തുടർന്ന് അവർ രണ്ടുപേരെയും മാത്യുവയുടെ പിതാക്കൾ സ്വീകരിച്ചു. 43 വർഷത്തെ ബന്ധത്തിന് ശേഷം വിവാഹിതരായ റൊമേനിയൻ ദമ്പതികൾ ഉൾപ്പെടുന്ന ചില യാഥാർത്ഥ്യ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ സാങ്കല്പിക കഥ. 2022 ഓഗസ്റ്റിൽ ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും നെവാർക്ക് എന്ന അമേരിക്കൻ എയർപോർട്ടിലേക്ക് ഞാൻ യാത്ര ചെയ്യുമ്പോഴാണ് ഈ ദമ്പതികളെ കണ്ടത്. മാത്യുയ്ക്കും മറിയയ്ക്കും എൻ്റെ എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും.